എൻ്റെ പൊന്നോ, ഡ്യൂൺ ഡ്യൂൺ ഡ്യൂൺ. അത് എവിടെ നോക്കിയാലും സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ അത് ഡ്യൂണ്, സിനിമയുടെ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ അത് ഡ്യൂണ്. ഇത് മാത്രമായിരുന്നു നമ്മൾ സത്യം തന്നെ കൽക്കിയുടെ എന്തെങ്കിലും ഒരു പുതിയ സാധനം ഇറങ്ങിയപ്പോൾ പോലും നമ്മൾ ആക്ച്വലി കേട്ടോണ്ടിരുന്നത് തന്നെ. ആൻഡ് ഇന്ന് സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ബാഹുബലിക്ക് ശേഷം പ്രഭാസ് തിരിച്ചു വന്നു, ഇത് വൺ ഹിറ്റായിട്ടുള്ള പടമാണ്, വൺ കിടിലനാണ്. ഈ പറയുന്നതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ? ശരിക്കും ഇതൊരു നല്ല പടം തന്നെയാണോ എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. എനിക്കറിയാം നിങ്ങൾക്ക് ആർക്കും അധികം സമയമൊന്നുമില്ല വേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എനിക്കുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ലാഗൊന്നും അടുപ്പിക്കുന്നില്ല. നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ആദ്യം തന്നെ ഞാൻ വലിച്ചു നീട്ടി നിങ്ങളെ ഓരോരുത്തരുടെയും സമയമൊന്നും ഞാൻ കളയാൻ പോകുന്നില്ല. വന്നതിൻ്റെ ആൻസർ ആദ്യമേ ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള മൈ ഒപ്പീനിയൻ പറയുന്ന ആൾക്കാരാണെങ്കിലും, ക്രിട്ടിസൈസ് ചെയ്ത് പറയുന്ന ആൾക്കാരാണെങ്കിലും, റിവ്യൂ പറയുന്നതാണെങ്കിലും, അതുകൂടാതെ തന്നെ എന്നെ പോലെ തന്നെ ഞാനാണെങ്കിലും എല്ലാവരും കൂടി തന്നെ തികച്ച് ചേർന്ന് ഞാൻ പറയുവാണ്, പടം നല്ല പടമാണ്, നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാവുന്നത് തന്നെയാണ്. 3D കാണുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. മലയാളം ഡബ് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. സോ നിങ്ങൾക്ക് 2Dയിൽ മലയാളത്തിൽ കാണാൻ പറ്റിയ നല്ലൊരു പടമായിട്ടാണ് കൽക്കി എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ടാറ്റ ബൈ ബൈ. ഇത്രയും കേൾക്കാൻ വന്നവരോട് ടാറ്റ ബൈ ബൈ. ഇനി നമുക്ക് നേരെ നമ്മുടെ റിവ്യൂയിലേക്ക് തന്നെ കിടക്കാം. സോ ആദ്യം തന്നെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നാഗ അശ്വിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡയറക്ടർ ഒന്നും എനിക്ക് പറയാനില്ല. പുള്ളിക്കാരന് കറക്റ്റായിട്ട് അറിയാം എന്താണ് ഒരു ഹോളിവുഡ് പടം എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് കൊണ്ടുവരേണ്ട ഒരു സംഭവം എന്ന് തന്നെ. കാരണം എന്താ പറയുക, ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു ഡയറക്ടറിനെ ഞാൻ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം നമ്മൾ പല പടങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്, ഒത്തിരി ബഡ്ജറ്റിൽ വരുന്നു, ഒരു ഹോളിവുഡ് പോലെയാണ് ചെയ്യാൻ പോണെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഒത്തിരി രീതിയിൽ നമ്മൾ പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ പടങ്ങളെല്ലാം നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഹോളിവുഡ് വൈബ് നമുക്ക് കിട്ടില്ല. അത് ഏതൊരു കൂതറ ഹോളിവുഡ് മൂവി എടുത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ഹോളിവുഡ് വൈബ് കിട്ടും. പക്ഷെ നമ്മൾ ഇന്ത്യൻ സിനിമയിൽ ഒരു പടം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണെങ്കിലും ആ ഒരു ഹോളിവുഡ് വൈബ് നമുക്ക് കിട്ടാറില്ലായിരുന്നു. അവിടെയാണ് കൽക്കിയുടെ കടന്നുകയറ്റം എന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കും. കാരണം ഇത് തികച്ചും ഒരു പാൻ ഇന്ത്യ മാത്രം നിൽക്കുന്നൊരു സിനിമയല്ല. ഇത് സത്യം പറഞ്ഞാൽ ഒരു ഗ്ലോബൽ ഓഡിയൻസിനും കൂടി വേണ്ടിയിട്ട് റിലീസ് ചെയ്യുന്നൊരു സിനിമ തന്നെയാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ഈ പടത്തിന് നല്ല ഹോളിവുഡ് വൈബ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ഹോളിവുഡിൽ നിന്ന് കാണുന്ന ഒരു സിനിമ കാണുമ്പോഴേ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീലിംഗ്, ആ ഒരു വൈബ് ത്രൂ ഔട്ട് ഈ സിനിമ കാണുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നുണ്ട്. തികച്ചൊരു ബോളിവുഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പടം കാണുന്ന ഒരു ഫീൽ നമുക്ക് എന്താണെങ്കിലും കിട്ടില്ല. നല്ലൊരു ഹോളിവുഡിൻ്റെ ആ ഒരു വൈബ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഈ 600 കോടിയുടെ ഉപയോഗം എവിടെയാണെന്നുള്ളൊരു കാര്യത്തിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. പക്ഷെ എന്നാലും ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് തന്നെയാണ്, ആസ് എ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ ഈ കാര്യത്തിൽ അടിച്ച് പൊളിച്ചിട്ടുണ്ട്. അതിന് പുള്ളിക്കാരന് ഹ്യൂജ് ക്ലാപ്പ് തന്നെ കൊടുത്തേ പറ്റുള്ളൂ. കിടിലനായിട്ടുള്ളൊരു കൺസെപ്റ്റ് കിടിലനായിട്ടുള്ള രീതിയിൽ പുള്ളിക്കാരനെ എക്സിക്യൂട്ട് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ഇനി സ്പോയിലർ ഫ്രീ ആയിട്ട് നമ്മൾ കൽക്കിയുടെ പ്ലോട്ടിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ മിത്തോളജി ആയിട്ടുള്ള മഹാഭാരതം മിക്സ്ഡ് വിത്ത് ഈ ഒരു മോഡേൺ വിഷ്വലൈസേഷൻ എല്ലാം കൂടി ചേർത്തിട്ടാണ് നമുക്ക് സത്യം പറഞ്ഞാൽ കൽക്കിയുടെ കഥ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് ഈ ഒരു കഥയ്ക്കകത്ത് നമുക്ക് പല പ്ലോട്ട്സും പല പ്ലോട്ട് ലൈനും കൂടി അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു മോഡേൺ രീതിയിലേക്ക് അവർ സത്യം പറഞ്ഞാൽ ഈ ഒരു കഥ കൊണ്ടുവന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില രീതിയിൽ നിങ്ങൾക്ക് സ്റ്റാർ വാർസും ഡ്യൂണും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് ചേർക്കാൻ നിങ്ങൾക്ക് തോന്നും, കോറിലേഷനൊക്കെ തോന്നും. പക്ഷെ അത് തികച്ചും ഒരു സാങ്കല്പികം മാത്രമാണ്, അത് മനസ്സിലാക്കുക. ഇനി കൽക്കി 2898 AD പ്രത്യേകതയാക്കുന്ന മറ്റൊരു വലിയൊരു ഫാക്ടർ എന്താണെന്ന് ചോദിച്ചാൽ, അത് ഈ സിനിമയ്ക്കകത്തുള്ള ഓരോ ക്യാരക്ടേഴ്സ് തന്നെയാണ്. അതിനകത്ത് എടുത്ത് പറയേണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അത് അമിതാഭ് ബച്ചൻ്റെ അശ്വന്ഥമാവിൻ്റെ ക്യാരക്ടർ തന്നെയാണ്. ഒന്നും പറയാനില്ല, ഈ പ്രായത്തിലും പുള്ളിക്കാരൻ മാസ്സായിട്ട് ഇത്രയും കിടിലനായിട്ട് ആക്ട് ചെയ്യുന്നത് നമുക്ക് സ്വപ്നത്തിൽ പോലും ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്തൊരു കാര്യം തന്നെയാണ്. ഇതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സിനും ഓരോ എൻട്രി വരെ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓവറോൾ ഞാൻ പറയുകയാണെങ്കിൽ അശ്വന്ഥമാവിൻ്റെ ക്യാരക്ടർ വളരെ കിടിലനായിട്ട് തന്നെ അമിതാഭ് ബച്ചൻ ചെയ്തിട്ടുണ്ട്. ദ ബിഗ് ബി ഓഫ് ബോളിവുഡ് എന്ന് പറയുന്ന വെറുതെ അല്ലെന്നുള്ളൊരു കാര്യം കൂടി പുള്ളിക്കാരൻ ഇതിനകത്ത് പ്രൂവ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ഇത്രയും വലിയൊരു ലെജൻഡറി ആയിട്ടുള്ളൊരു ആക്ടർ തന്നെ. ഇനി എടുത്ത് പറയേണ്ടത് സുപ്രീം യാസ്കിൻ്റെ റോൾ ചെയ്തിട്ടുള്ള കമൽ ഹാസനെ കുറിച്ച് തന്നെയാണ്. നമുക്കറിയാം പുള്ളിക്കാരൻ ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു ആക്ടർ തന്നെയാണ്. ആൻഡ് ഈ സിനിമയ്ക്കകത്ത് സ്ക്രീൻ ടൈം കുറവാണെങ്കിലും പുള്ളിക്കാരനുള്ള ഓരോ സീക്വൻസിനകത്തും അവർക്ക് ആ ഒരു എന്താ പറയേണ്ട ആ ഒരു അഗ്രഷൻ ആണെങ്കിലും ആ ഒരു ഇൻറ്റിമിനേഷൻ ഫീലിംഗ് ആണെങ്കിലും അവർക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഈ ഒരു ക്യാരക്ടറിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ടും എനിക്കും തോന്നിയിട്ടുള്ളത് തന്നെ. ഇനി നമുക്ക് നമ്മുടെ പ്രഭാസ് അണ്ണനെ കുറിച്ച് തന്നെ സംസാരിക്കാം. അണ്ണൻ എങ്ങനെയുണ്ട് ഈ ഒരു സിനിമയിലെന്ന് ചോദിച്ചാൽ, അണ്ണൻ ഇതിനകത്ത് കുറേയധികം കോമഡി ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഹാഫിൽ. അതുകൂടാതെ തന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് അണ്ണൻ്റെ കുറേയധികം ഇമോഷണൽ ആയിട്ടും അതുകൂടാതെ തന്നെ അഗ്രഷൻ ആയിട്ടുള്ള റോളിലേക്കൊക്കെ പോകുന്ന നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്.
ഓവറോൾ ഞാൻ ഇത്രയും പറയുള്ളൂ, പ്രഭാസിന്റെ റോളാണ് ഏറ്റവും മികച്ച റോൾ എന്ന് ഈ ഒരു സിനിമയിൽ ഒരിക്കലും പറയാൻ പറ്റില്ല. ഞാൻ ഇപ്പോഴും പറയും അത് അമിതാഭ് ബച്ചൻ്റെ റോളായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാൽ തന്നെ നമ്മൾ റീസെൻ്റ്ലി ഏതായിരുന്നു സലാറിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ നമ്മുടെ ഏറ്റവും വേൾഡ് ഫേമസ് മൂവി ദ ആദിപുരുഷിലും കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാം വെച്ച് നമ്മൾ നോക്കണമെങ്കിൽ ഈ ഒരു സിനിമയ്ക്കകത്താണ് പ്രഭാസിൻ്റെ വളരെ നല്ലൊരു പെർഫോമൻസ് നമുക്ക് ബാഹുബലിക്ക് ശേഷം കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ തന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം, ബാഹുബലിക്ക് ശേഷം പ്രഭാസിൻ്റെ ഒരു ഹിറ്റായിട്ടുള്ളൊരു സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ അത് കൽക്കിന്ന് ഒരു അക്ഷരം പോലും തെറ്റാതെ എനിക്ക് പറയാൻ പറ്റും. കാരണം സലാർ കണ്ടപ്പോൾ എനിക്ക് മിക്സഡ് ആയിട്ടുള്ളൊരു തോട്ട്സ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് എന്താണെങ്കിലും നല്ലൊരു മികച്ചൊരു സിനിമയായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതായത് പ്രഭാസിൻ്റെ കരിയറിലേക്ക് നമ്മൾ ബാഹുബലി കഴിഞ്ഞ് നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ. ആൻഡ് പുള്ളിക്കാരൻ ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും അതുകൂടാതെ സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോഴത്തുള്ള ബിഗ് ആക്ഷൻ സീക്വൻസിലേക്ക് പോകുമ്പോഴൊക്കെ ആണെങ്കിലും വളരെ സൂപ്പറായിട്ട് തന്നെ നമുക്ക് പ്രഭാസിൻ്റെ ക്യാരക്ടറിനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രഭാസ് മാത്രമല്ല, ഇതൊരു മൾട്ടി സ്റ്റാർഡ് സിനിമ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വേറെ കുറേ കിടിലനായിട്ടുള്ള നല്ല ആൾക്കാരെ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടുള്ള ആക്ടേഴ്സ് ആണെങ്കിലും ആക്ട്രസസ് ആണെങ്കിലും അത് പറയുമ്പോൾ തന്നെ എടുത്ത് പറയേണ്ടത് തന്നെയാണ് ദീപിക പദിക്കോന്റെ ക്യാരക്ടർ. പുള്ളിക്കാരിയും വളരെ സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒത്തിരി ആൾക്കാർ റൂമേഴ്സ് കേട്ടിട്ടുണ്ടാണ് DQ ഈ സിനിമയ്ക്കകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംഭവം. നിങ്ങൾ പറ, DQ സിനിമയ്ക്കകത്ത് ഉണ്ടോ ഇല്ലയോ? ഞാനായിട്ടൊന്നും ഞാൻ പറയത്തില്ല, അത്ര ഞാൻ പറയുന്നു. ഇനി നമുക്ക് നേരെ ആക്ഷനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. കാരണം ഒബ്വിയസ്ലി ഇതൊരു ആക്ഷൻ അഡ്വഞ്ചർ സിനിമ തന്നെയാണ് ഫ്യൂച്ചറിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് തന്നെ. ആൻഡ് ആക്ഷൻ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് കുറവാണ് ആക്ഷൻ എങ്കിൽ തന്നെ സെക്കൻഡ് ഹാഫും അതുകൂടാതെ തന്നെ ക്ലൈമാക്സിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു ആക്ഷൻ സീക്വൻസ് ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ എടുത്ത് പറയേണ്ട BGM ആണെങ്കിലും, അതായത് നമ്മൾ KGF സിനിമ കാണുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു അഡ്രിലൈൻ കിക്ക് കിട്ടില്ലേ BGM കേൾക്കുമ്പോൾ തന്നെ, അതേപോലത്തെ ഒരു BGM തന്നെയാണ് നമുക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളൊരു BGM ആയിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നി. നമുക്ക് ജിമ്മിലൊക്കെ പോകുമ്പോൾ വർക്കൗട്ടിന് വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോട്ടിവേഷൻ ആയിട്ടുള്ള ഒരു BGM തന്നെയാണ് നമുക്ക് കൽക്കിയിൽ കൂടി നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെ. സോ ആക്ഷൻസ് അവർക്ക് സൂപ്പറായിട്ട് തന്നെ കോറിയോഗ്രാഫി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഈ സിനിമയിലെയും അതുകൂടാതെ ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റും ഇതെല്ലാം കേട്ടപ്പോൾ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടായിരുന്ന ആന ഇൻ ദ റൂം എന്താണ് എന്നുള്ളൊരു കാര്യത്തിലേക്കാണ് നമുക്ക് പോകാം. മറ്റൊന്നുമല്ല, വിഷ്വൽ എഫക്ട്സും CGയും തന്നെയാണ് ഈ സിനിമയ്ക്കകത്തുള്ള ആന ഇൻ ദ റൂം. ആൻഡ് അത് ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പടത്തിന് നല്ലൊരു ഹോളിവുഡ് വൈബ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അത് ഏതൊരു രീതിയിൽ നമ്മൾ നോക്കുവാണെങ്കിലും, ഒരു ഇന്ത്യൻ സിനിമ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ അത് വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. ഇതുവരെ പല സിനിമകൾക്കും ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടായിരുന്ന ഒരു അച്ചീവ്മെൻറ്റ് തന്നെയാണ് സത്യം പറഞ്ഞ നാഗ അശ്വിനി ഈ ഒരു സിനിമയിൽ കൂടി നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളത് തന്നെ. ആൻഡ് അതിന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പുള്ളിക്കാരനൊരു കിഡിലനായിട്ടുള്ളൊരു ഡയറക്ടറാണ്. ആ ഒരു എഫേർട്ട് പുള്ളി ഇതിനകത്ത് പുട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് പല ഇംഗ്ലീഷ് സിനിമയുടെ വൈബ് നമുക്ക് വരും, പക്ഷെ എന്നിരുന്നാലും ആ ഒരു ഹോളിവുഡ് വൈബ് പുള്ളിക്കാരന് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഇത് 600 കോടി പുള്ളിക്കാരൻ 600 കോടി പടത്തിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലാതെ ആദിപുരുഷി പോലെ നാട്ടുകാരെ തിരിച്ചില്ലല്ലോ, ആക്ടേഴ്സിനെ തീറ്റിക്കാനും ബാക്കിയുള്ളവർക്കൊക്കെ കൊടുക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചതുപോലെ അല്ല. അതായത് ഹനുമാൻജി വരും തിയേറ്ററിൽ, നിങ്ങൾ ഒരു സീറ്റ് മാറ്റി വെക്കണം, ഹനുമാൻജി എവിടെ പോയി സിനിമ കാണുമെന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ. സോ ആ ഒരു കാര്യത്തിൽ നാഗ അശ്വിനിയെ സമ്മതിക്കേണ്ടത് തന്നെയാണ്. പുള്ളിക്കാരൻ നല്ലൊരു വിഷണറി ആയിട്ടുള്ള ഒരു ഡയറക്ടർ തന്നെയാണ്. ആൻഡ് ആ ഒരു വിഷണറിയുടെ ആ ഒരു വിഷൻ നമുക്ക് ഈ സിനിമയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയിൽ കൂടി നമുക്ക് നല്ല ആ ഒരു ഹോളിവുഡ് വൈബ് ത്രൂ ഔട്ട് നമുക്ക് ലഭിച്ചിട്ടും ഉള്ളത് തന്നെയാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ സിനിമയുടെ സ്റ്റോറി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, ആക്ഷൻ ഇഷ്ടപ്പെട്ടില്ല, ആക്ടിങ് ഇതൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, നിങ്ങൾക്ക് ഈ ഒരു സിനിമ ഹോളിവുഡ് പോലെ ഒരു സിനിമയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെന്ന് ഒരിക്കലും ആർക്കും പറയാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഒരു സിനിമയ്ക്കകത്ത് എന്ത് ശോകമാണെങ്കിലും ഈ ഒരു കാര്യം ഈ സിനിമയ്ക്കകത്ത് 10 out of 10 തന്നെയാണ്. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ സിനിമ ഈ ഒരു ലെവലിൽ വരുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ആൻഡ് നമ്മൾ ഓരോരുത്തരും ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടെങ്കിലും ഈ ഒരു സിനിമയെ നല്ല രീതിയിൽ തന്നെ പ്രൊമോട്ട് ചെയ്യേണ്ടതും സപ്പോർട്ട് ചെയ്യേണ്ടതും തന്നെയാണ്. കാരണം എന്നാൽ മാത്രമേ നമുക്ക് ഇതേപോലെയുള്ള എഫേർട്ടിൽ ഇനിയും കുറേയധികം നല്ല ഇന്ത്യൻ സിനിമകൾ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് പ്രഭാസിൻ്റെ, അതുകൂടാതെ തന്നെ നാഗ അശ്വിൻ്റെയും കൽക്കിയുടെ സിനിമയെക്കുറിച്ച് എനിക്ക് നിങ്ങളായിട്ട് പങ്കുവെക്കാനുള്ളൊരു കാര്യം തന്നെ. അധികം കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞൊന്നും ഞാൻ നിങ്ങളാരും വെറുപ്പിച്ചില്ലെന്ന് എനിക്ക് തോന്നുന്നു. സോ നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടോ? നിങ്ങൾക്ക് ബുജി റോബോട്ടിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അതിൻ്റെ കോമഡി ടൈമിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ആൻഡ് ബാക്കിയുള്ള കമ്മ്യൂസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഡിസ്ലൈക്ക് ചെയ്യാവുന്നത് തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, see you guys next episode.